ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ പറ്റി ആലോചിക്കാതെ, മറ്റുള്ളവരെ പറ്റി വെറുതെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുപോകാതെ, ആം, എനിക്ക് തോന്നുന്നു നല്ലൊരു കപ്പ് കോഫി എടുത്ത് നല്ല ആ, നല്ല ഓർമ്മകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. അവിടെ പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ വാട്സപ്പ് നോക്കി, വാട്സപ്പിൽ മെസ്സേജുകൾ നോക്കി, അതിനകത്ത് കാണുന്നത് കുറേ മരണങ്ങൾ, കുറേ ആക്സിഡൻറ്റുകൾ, അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോറും കറി വെച്ച കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് മറ്റൊരാളെ മറ്റൊരാളുടെ ലൈഫിലേക്ക് കയറി ചെല്ലാണ്, അനാവശ്യമായിട്ട് കയറി ചെല്ലാണ്. ഞാനും അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് നല്ല കുറച്ച് സൗഹൃദങ്ങൾ കിട്ടിയപ്പോൾ, പലരിൽ നിന്നും എനിക്കൊരു അറിവ് കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്നും മാറി. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ബുക്കുകൾ വായിക്കും. അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള നല്ല മനുഷ്യരുടെ കുറേ സ്റ്റോറികൾ ഇപ്പോൾ നമ്മൾ കണ്ടു. അതിലെനിക്ക് എൻ്റെ എല്ലാമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എൻ്റെ ജീവിതത്തിൽ എന്നെ ഭയങ്കരമായി സ്വാധീനിച്ച, എന്നെ ആ, ഒരു കരകയറ്റിയ എൻ്റെ സാറിൻ്റെ ഒരു ബുക്ക് ഞാൻ കണ്ടു. അത് ഞാൻ വായിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ആ ബുക്ക് തന്നെ അല്ല ഞാൻ വായിക്കാൻ പറയുന്നത്, നമുക്ക് അതുപോലെയുള്ള നിരവധി പേരുടെ, നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള നിരവധി ബുക്കുകളുണ്ട്. അങ്ങനെ ബുക്കുകളിലൂടെ ഒരു വായനാശീലം വളർത്തി കൊണ്ടുവരണം എന്നാണ് ഞാൻ വിനീതമായിട്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റം, കുറവ്, അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട. ഇനിയുള്ള ജീവിതത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ ബുക്കുകൾ വായിക്കുക. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും.